ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നയന പറഞ്ഞിട്ട് പോയതെല്ലാം കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നവിക്ക്. അതിൻ്റെ കൂടെ ജലജ പറയാണ്, കണ്ടോ ആ പെൺകൊച്ചിന് മേടിച്ചു കൊടുത്ത ഡ്രസ്സിനൊക്കെ പൊന്നിൻ്റെ വിലയാ. നിൻ്റെ മോൻ ഇങ്ങനെ ആരെങ്കിലും കുഞ്ഞുടുപ്പുകൾ മേടിച്ച് തരാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നവി പറയുന്നുണ്ട്, അതിന് മോൻ ഇഷ്ടം പോലെ കുഞ്ഞുടുപ്പുകൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്ന്. അന്നേരം ജലജ പറയും, ഉണ്ട് കുഞ്ഞുടുപ്പുകളുണ്ട്, പക്ഷേ അങ്ങനെയല്ലല്ലോ, ഇടയ്ക്കൊക്കെ മേടിച്ച് തരാമല്ലോ. ആ പെൺകൊച്ചിന് തന്നെ പിറന്നാളാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ആളാം വീതം ആ പെൺകൊച്ചിന് എന്തൊക്കെ തരത്തിലുള്ള ഡ്രസ്സാണ് എടുത്തു കൊടുക്കുന്നത് എന്നറിയാമോ? ഒരു മാലാക പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഉണ്ട്, അതിന് എന്ത് വിലയാണെന്നറിയോ? പൊന്നിൻ്റെ വിലയാ. ഏതായാലും ആദർശിൻ്റെ മകളല്ലേ, അപ്പോൾ അതിൻ്റെ പ്രൗഢിയും പ്രതാപവും ഒക്കെ പിറന്നാൾ ആഘോഷത്തിൽ കാണിക്കണമല്ലോ. നിൻ്റെ മോൻ്റെ കാര്യം അങ്ങനെയാണോ? ആദർശിൻ്റെ കൂലിക്കാരനാണ് അവൻ്റെ അച്ഛൻ, അപ്പോൾ ഇത്രയൊക്കെ മതി, അതിൻ്റെ പകിട്ട് മതി എന്ന് അവരങ്ങ് തീരുമാനിച്ചു കാണും. അതാ ഈ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നവ്യനെ ഇളക്കി വിടുകയാണ് കേട്ടോ. നവ്യക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നുണ്ടേ. ഏതായാലും പറഞ്ഞ കാര്യങ്ങൾ നവ്യക്ക് അതുകൊണ്ട് തന്നെ വിജയിച്ചു എന്ന് പറയുമ്പോൾ ചലച്ചയ്ക്ക് സന്തോഷം. ഈ സമയം താഴെ ദേവയാനി മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, അനഘയുടെ ഡോക്ടറെ കാണാറുണ്ടോ? ഡോക്ടർ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയും, ഞാൻ ഡോക്ടറെ കാണാറുണ്ട്. ഇനിയിപ്പോൾ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കണമെങ്കിൽ അതും ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ അതുകൊണ്ടൊന്നും ഫലമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആകെ സന്തോഷം, മോളെ ഇവിടെ എല്ലാവരും ഏറ്റെടുത്തതാണ് അനഘയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുവട്ടെ മുത്തശ്ശൻ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നയനയും മോളും അതുപോലെ ആദർശം ഇറങ്ങി വരും അമ്പലത്തിൽ പോകാനായിട്ട്. അന്നേരം അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പോയിട്ട് വന്നിട്ട് നല്ല മാലഹ പോലത്തെ ഡ്രസ്സൊക്കെ ഇടണമല്ലോ എന്നൊക്കെ പറഞ്ഞ് മോളെ സന്തോഷിപ്പിക്കുന്നുണ്ട് എല്ലാവരും കൂടി. അന്നേരം നയന പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോകുന്നതൊന്നും, ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതൊന്നും ഇവിടെ ചിലർക്ക് ഇഷ്ടമല്ല എന്ന്. അന്നേരം ദേവയാനി പറയും, ഏതായാലും കേക്ക് മുറിക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടക്കേട് നമ്മൾ കാണേണ്ടി വരും, കാരണം അവർക്ക് സത്യമൊന്നും അറിയത്തില്ലല്ലോ എന്നിങ്ങനെ ദേവയാനി പറയുക. നേരെ മുത്തശ്ശൻ പറയും, അവരുടെ ഒന്നും മുഖത്തെ ഭാവമോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടക്കേടോ ഒന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല, മോളുടെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയും. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ അമ്പലത്തിലേക്ക് പോയി കഴിയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഏതായാലും അച്ഛനും അമ്മയും ജലജയെ വളർത്തിയ പോലെ ഒരിക്കലും നയനയോ ആദർശം ഈ മോളെ വളർത്തില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ്. അവൾ ഈ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഈ വീട്ടിൽ മറ്റു പെൺകുട്ടികളില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവളെ അമിതമായിട്ട് സ്നേഹിച്ചു. ആ സമയത്ത് എനിക്ക് ആദർശിനേക്കാൾ തിരക്കായതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഇയാളാണ് അവളെ വളർത്തിയത്. പിന്നീട് വല്ലപ്പോഴും വരുന്ന ഞാനും അവളുടെ കുസൃതികൾ കാണുമ്പോൾ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ശാസിക്കാനോ പോകാറില്ലായിരുന്നു. അതാണ് വലിയ തെറ്റായിട്ട് വളർന്നത് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അബിയെയാണ് കാണിക്കുന്നത്. അബി അനഘയെ കാണാൻ ചെന്നതാണ് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ ചേച്ചി ചായ എടുക്കാൻ പോയ സമയത്ത് അബി അനഘയോട് പറയുവാണ്, നിൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, അത് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അനന്തപുരിയിൽ. അവളെ ഏറ്റെടുക്കുന്നത് ആദർശം നയനയും കൂടിയാണല്ലോ. അവരാണ് ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയും. നല്ല രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അനന്തപുരിയിലെ അംഗമാകണമെന്നായിരുന്നല്ലോ നിൻ്റെ ആഗ്രഹം. നിൻ്റെ മകൾ ഏതായാലും അത് സാധിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇപ്പം നിലവിൽ ആർക്കും എന്നെ സംശയമൊന്നുമില്ല. അങ്ങനെ സംശയം തുടങ്ങുന്ന ഒരവസ്ഥയിൽ വല്ല DNA ടെസ്റ്റ് നടത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോടൊപ്പം അങ്ങ് പരലോകത്തേക്ക് ഞാൻ അവളെയും പറഞ്ഞു വിടും. നീ ഇനി ഒരുപാട് കാലം ഇങ്ങനെ കിടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. താമസിക്കാതെ നീ മരണത്തിന് കീഴടങ്ങും. അതിനോടൊപ്പം നിൻ്റെ മകളും അവിടെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചായയും കൊണ്ടിങ്ങനെ വരും. ചായ കൊടുത്തു കഴിഞ്ഞ് അബി അവരോട് പറയുവാണ്, മോളുടെ പിറന്നാൾ ആഘോഷമാണ് വീട്ടിൽ. ആ കാര്യങ്ങൾ ഞാൻ അനഘയോട് പറയുമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടന് പറ്റിയൊരു തെറ്റാണ് ചന്തുമോള്. ഏട്ടൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മോളെ കൊണ്ട് അനഘ വീട്ടിലേക്ക് കയറി വന്നിരുന്നുവെങ്കിൽ മുത്തച്ഛൻ ഉറപ്പായിട്ടും ആദർശേട്ടനെ അനഘയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചേനെ. അങ്ങനെയെങ്കിൽ അനഘ ഇപ്പോൾ വീട്ടിൽ കാണുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ആ കുഞ്ഞിനെ ഏറ്റെടുത്തല്ലോ ആദർശ സാറും ഭാര്യയും, അതുകൊണ്ട് പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ, അയ്യോ അത് സ്വന്തം മനസ്സാലെ ചെയ്തതൊന്നുമല്ല, അവിടെ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ചെയ്യണമെന്ന്. മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും താക്കീത് ചെയ്തു. തെറ്റുപറ്റിയത് പറ്റി, പക്ഷേ ആ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ അഭി പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനഘയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട്. ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ അവർ പറയും, നിങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും ഇവിടെ വരുമ്പോൾ ഓരോന്ന് സംസാരിക്കുമ്പോൾ മോൾക്ക് ആകെ സങ്കടമാണ്, എന്തൊക്കെയോ പറയണമെന്നുണ്ടെന്ന് തോന്നുന്നു ആ പാവത്തിന് എന്നിങ്ങനെ പറയുമ്പോൾ അഭി മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്, അവൾ അങ്ങനെ പറയാൻ തുടങ്ങുന്ന നിമിഷം അവളെ ഞാൻ അങ്ങ് പരലോകത്തേക്ക് അയച്ചിരിക്കും.
പിന്നെ കാണിക്കുന്നത് ആദർശിനെ നയനയാണ് കേട്ടോ. അവർ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ കനകയുണ്ട് കേട്ടോ. കനകയെ കാണുമ്പോൾ ആദർശനാണെങ്കിൽ ഒരു വിഷമം. അന്നേരം നയന ചോദിക്കും, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മയെ കാണുമ്പോൾ ഇങ്ങനെ പതറുന്നേ, ഇങ്ങോട്ട് വാ എന്ന് പറയും. അവരടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും കനകയുടെ മുഖത്ത് ആ ഇഷ്ടക്കേട് മൊത്തം കാണിക്കുന്നുണ്ടേ. എന്നിട്ട് നയന കനകയോട് ഇങ്ങനെ ചോദിക്കും, അമ്മ എപ്പോഴാണ് വന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് മോളോട് പറയാണ്, ഇത് മോളെ മുത്തശ്ശിയാണ് കേട്ടോ. അന്നേരം കനക, ഞാൻ ആരുടെ മുത്തശ്ശിയൊന്നുമല്ല, ആവശ്യമില്ലാതെ നീ പറയരുത് എന്ന് പറയും. അന്നേരം ആദർശ് ചന്തുമോളെയും കൊണ്ട് വാ മോളെ എന്നിങ്ങനെ പറഞ്ഞ് അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറി പോവാം. അവരങ്ങ് പോയി കഴിഞ്ഞ് നയന കനകയോട് ചോദിക്കുകയാണ്, അമ്മ എന്ത് പണി കാണിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മോൾക്ക് വിഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കാൻ വരണ്ട, അമ്പലമുറ്റത്ത് വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു പോകും എന്ന് പറയും. അന്നേരം നയന പറയും, ആദർശേട്ടനെ കാണുമ്പോൾ അമ്മ ഇങ്ങനെ ഒന്നും കാണിക്കരുത് കേട്ടോ, അത് ആദർശേട്ടന് ബുദ്ധിമുട്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ, എൻ്റെ വായിലുള്ളത് മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവിന് അത് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ കുറേ ചീത്തയൊക്കെ പറയും. ഇങ്ങനെ പറയുന്നിടയ്ക്ക് കനക ചോദിക്കുന്നുണ്ട്, നീ ഇനി മാത്രം വിഷമിക്കാൻ ആ പെൺകൊച്ച് നിൻ്റെ ആരാടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതെൻ്റെ മകളാണ്, ഇനിയുള്ള കാലം എൻ്റെ മകളായി തന്നെ ഞാൻ അവളെ കാണും, കാരണം അവളുടെ അമ്മ ഇനി ഒരിക്കലും റിക്കവറായി തിരിച്ചു വരില്ല, അതുകൊണ്ട് തന്നെ അവളെ ഞാൻ വിട്ടുകളയാനോ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും കനകയ്ക്ക് നല്ല ദേഷ്യം വരും. അന്നേരം കനക പറയുന്നുണ്ട്, അതെ 3 പേരുടെ ഫാമിലിയായിട്ട് തൊഴാൻ വന്നതല്ലേ, പോയി തൊഴൂ, എന്നോട് കൂടുതൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കനക അങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് നയന അകത്തോട്ട് ചെല്ലുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറഞ്ഞത് എന്ന്. അന്നേരം എന്തായിരിക്കും പറഞ്ഞത് എന്ന് ഊഹിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് ഇനി നീ കാര്യമൊന്നും ആക്കണ്ട, അവർ സത്യം അറിയുന്നിടത്തോളം കാലം ഇങ്ങനെ പെരുമാറില്ലോ, അല്ലെങ്കിൽ അവരവിടെ സത്യമൊക്കെ തുറന്ന് എന്ന് പറയും. അന്നേരം നയന പറയുവാണ്, അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, കാരണം ഒരു മരുമകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നിങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴും മറ്റേയാൾ തെറ്റ് ചെയ്തു എന്നല്ലേ അറിയുന്നത്, അത് അമ്മയ്ക്കും അച്ഛനും വിഷമമാകും, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അത് നേരെ അവർക്ക് വിഷമമായിരിക്കും, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ നയനെ, ഈ നിമിഷവും അഭി നവ്യനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ അവസരം കിട്ടിയിട്ടുണ്ട്, അവൻ ഇനിയും നവ്യനെ ചതിക്കും എന്ന് പറയുമ്പോഴേക്കും നയന പറയുവാണ്, അതെനിക്കറിയാം, ആ ഒരു കാര്യത്തിൽ എൻ്റെ ചേച്ചിയോട് ഇപ്പോഴും എനിക്ക് ഇച്ചിരി നീരസമൊക്കെ ഉണ്ട്, കാരണം ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ചേച്ചി ഇങ്ങനെ എടുത്ത് ചാടി പ്രതികരിക്കുകയല്ലായിരുന്നു വേണ്ടത്, പക്വതയോടുകൂടി പെരുമാറുകയായിരുന്നു വേണ്ടത്. ഇങ്ങനെ ആദർശേട്ടനെ എപ്പോഴും വിമർശിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാണ്, ചേച്ചി അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം ആദർശ് പറയും, അതിനിപ്പോൾ തെറ്റു പറയാനൊന്നും പറ്റില്ല, കാരണം നിങ്ങൾ 3 പേരുള്ളതിൽ ഏറ്റവും കൂടുതൽ സ്വാർത്ഥത ഉള്ളതും എടുത്തുചാട്ടം ഉള്ളതും നവ്യയ്ക്കാണ്, അത് അവൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഇടയ്ക്കൊന്നും മാറിയെന്നേ ഉള്ളൂ, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, താൻ വാ തൊഴാൻ വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അകത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവർ തൊഴുതെല്ലാം കഴിഞ്ഞ് തിരുമേനിയുടെ കയ്യിൽ നിന്ന് കുറേ വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പ്രസാദമൊക്കെ മേടിച്ച് മോളെയും കൊണ്ട് തന്നെ ഇങ്ങനെ തിരുമേനിക്ക് ദക്ഷിണയും കൊടുപ്പിക്കും. അത് കഴിയുമ്പോൾ തിരുമേനി പറയുവാണ്, ഇത് മോൻ്റെ കുഞ്ഞല്ലേ, ശൈലജ ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു എന്ന് പറയും. അന്നേരം ആദർശ് പറയും, ആഹാ അപ്പച്ചി ഇതെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ, എൻ്റെ മോള് തന്നെയാണ് തിരുമേനി, പിന്നെ അതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്, അതിപ്പോൾ ഞങ്ങൾ ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോരുക. പിന്നീട് നമ്മുടെ അഭിയാണ് കാണിക്കുന്നത്. അഭി റൂമിലോട്ട് ഇങ്ങനെ വന്നിട്ട് നവിയോട് പറയാണ്, ഇവിടെ എന്തൊക്കെ ആഘോഷങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്, കണ്ടോ, ഇതെല്ലാം ചെയ്ത് നിൻ്റെ അനിയത്തിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഞാൻ കണ്ടു, എനിക്ക് അവളെ മനസ്സിലാകുന്നില്ല, ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ എന്ന് വിചാരിക്കാം, പക്ഷേ അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാണ് എന്നിങ്ങനെ പറയാം. അന്നേരം അഭി പറയുന്നുണ്ട്, നമ്മുടെ മോൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഇതുപോലെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇതൊന്നും കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കുക എന്ന് പറയും. അന്നേരം അഭി, എങ്ങോട്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോയാൽ മതി, അവിടെ ചെന്നിട്ട് എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, കാരണം ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ മുന്നിൽ നിന്ന് ചെയ്യുന്നത് നയനയാണ്, അതുകൊണ്ട് തന്നെ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയണം, അമ്മയും അച്ഛനും കൂടി ഉപദേശിച്ചാൽ മാത്രമേ അവൾക്കിനി തലയ്ക്ക് വെളിവ് വരുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അയ്യോ നവ്യ അങ്ങനെയൊന്നും ചെയ്യേണ്ട, നിൻ്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ടുള്ളതല്ലേ, അത് അച്ഛനെ ബുദ്ധിമുട്ടാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ, ഏതായാലും ഞാൻ പോവാ, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുക, ഇനിയിപ്പം മുത്തശ്ശൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, മുത്തശ്ശൻ പോകണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയും, ഒന്നുമില്ല, അന്നേരം മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഈ കാര്യം പറയും, എന്നിട്ട് നമുക്ക് പോകാം, ഏതായാലും നീ വന്നാലും ഇല്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറയുമ്പോഴേക്ക് അഭി പറയും, കൂടെ ചെല്ലാന്ന്. ഈ സമയത്ത് നമ്മുടെ നയനയും ആദർശനും കൂടി ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. മോളോട് ആദർശ് പറയുന്നുണ്ട്, ഇനി പോയി ഡ്രസ്സ് മാറിയിട്ട് മാലാഖിയുടെ ഡ്രസ്സ് ഇടാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് 3 പേരോട് കയറി വരുവാണ്. അന്നേരമാണ് ഇവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാണുന്നത്. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, ചേച്ചി എങ്ങോട്ട് പോവുക എന്ന്. അന്നേരം നവ്യ പറയും, അതെ ഇവിടെ നടക്കുന്ന ഈ
പേക്കൂത്തൊന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് നയന ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതൊന്നും കാണാൻ കഴിയില്ലാത്തത് കൊണ്ടാണല്ലോ, അത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ നയന പറയുകയാണ്, അത് ചേച്ചിയുടെ ഇഷ്ടം. ഇനി അവിടെ ചെന്നിട്ട് അച്ഛനെ അമ്മയെ അങ്ങ് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഇനി എന്ത് വിഷമിപ്പിക്കാനാ, അവർക്ക് ആവശ്യത്തിന് വിഷമമുണ്ട്. ഇവിടെ ഒരാളെ ലോകത്തൊന്നും കിട്ടാത്ത വലിയൊരു നല്ല മരുമോനെ, ആ മരുമോനെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നവരാണ് അവർക്കാണ് ഇങ്ങനെ ഒരു ചതി പറ്റിയിരിക്കുന്നത്. അതിൽ അവർക്ക് വിഷമം കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് നയനെ കളിയാക്കുന്ന പോലെ ചോദിക്കും, അമ്പലത്തിൽ പോയിട്ട് എന്താ ഈ പാൽപ്പായസമൊക്കെ കഴിച്ചോ എന്ന് അന്നേരം നയന ഇത്തിരി ദേഷ്യത്തിൽ പറയും, പാൽപ്പായസം മാത്രമല്ല എല്ലാ വഴിപാടുകളും കഴിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മോളുടെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും അബി, വേണ്ട നവ്യ നമുക്ക് പോകാം, ഇനി ഇതിൻ്റെ പേര് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കേണ്ട എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കും, നീയും പോവാണോ? പിന്നില്ലാണ്ട് ഇതൊക്കെ കാണാൻ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് അബിയും തിരിച്ചു പറയും. അന്നേരം ആദർശ് മനസ്സിലോർക്കാണ്, സ്വന്തം മകളുടെ പിറന്നാളാണ്, അത് അവന് അറിയുകയും ചെയ്യാം, എന്നിട്ട് അവൻ ഇവിടെ നിന്ന് മാറി നിൽക്കുവാണ് എന്നിങ്ങനെ ആദർശ് ഇങ്ങനെ മനസ്സിലോർക്കുവാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഏതായാലും ഇങ്ങനെ ഒരു കാര്യം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇറങ്ങുവാണ് എന്ന് പറയുമ്പോഴേക്ക് ആദർശ് പറയുന്നുണ്ട്, അതാ നല്ലത്, ഇനി ആരെയും ഇവിടെ പിടിച്ചു നിർത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല, കാണാൻ താല്പര്യമില്ലാത്തവർ ഇപ്പം തന്നെ ഇറങ്ങിപ്പോക്കോ, ഒരു പ്രശ്നമില്ല എന്ന് ആദർശ് പറയുന്നു. അന്നേരം അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.